KPCCക്ക് പുതിയ നേതൃത്വം വന്നു. അതിൽ യുവാക്കളുണ്ട്. പിന്നീട് മനോരമ സൂചിപ്പിച്ചതുപോലെ തന്നെ തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായി 60 വയസ്സിന് മുകളിലുള്ള സണ്ണി ജോസഫ് പ്രസിഡൻ്റായി വന്നു. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായി നിയോഗിച്ചിരിക്കുകയാണ്. അദ്ദേഹം വടകരയിൽ നിന്നുള്ള MP കൂടിയാണ്, പാലക്കാട് MLA ആയിരുന്നു. അദ്ദേഹത്തെ ഈ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ ചർച്ച ഉയർന്നു വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു ജനപ്രിയ യുവ മുഖങ്ങളിൽ ഒന്നാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെ അങ്ങനെ ജനപ്രിയ മുഖമാക്കി വളർത്തിയെടുക്കുന്നതിൻ്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. അത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയാണ്. അവരുടെ ഒരു മുഖ്യമന്ത്രി, ഭാവിയിലെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഷാഫി പറമ്പിലിനെ അവർ കാണുന്നു. അതിനുവേണ്ടി അവർ എല്ലാ അർത്ഥത്തിലും ഷാഫി പറമ്പിലിനെ പ്രോത്സാഹിപ്പിക്കും. ഷാഫി പറമ്പിലിന് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. അതൊരു സത്യമാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അവർ ആ പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു കയറിയിട്ടുണ്ട്. അവരുടെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള ഒരു രാഷ്ട്രീയമാണ്. ഒരു ന്യൂനപക്ഷ മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ്. അല്ലെങ്കിൽ ആ മുസ്ലിം വോട്ട് ബാങ്ക് വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അതെല്ലാവർക്കും അറിയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിലും CPM-ലും CPI-യിൽ പോലും അവർ ആ തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നുഴഞ്ഞു കയറുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അല്ല, ഷാഫി പറമ്പിനെ ഏറ്റവും അധികം പ്രിയപ്പെട്ടവനാകുന്നത് SDPI, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികൾക്കാണല്ലേ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയാണ്. കേരളത്തിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് അവർക്കൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് ഷാഫി പറമ്പിലൂടെ അവർ സാധിക്കാൻ ശ്രമിക്കുന്നത്. അത് എല്ലാ പാർട്ടികളിലും അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവർക്ക് എല്ലാ പാർട്ടികളിലും ഇത്തരത്തിലുള്ളൊരു ഐക്കൺ അല്ലെങ്കിൽ ഒരു മോഡൽ അവർക്കുണ്ട്. ഇവിടെ ഷാഫി പറമ്പിലാണെങ്കിൽ മറ്റൊരിടത്ത് ഒരു പക്ഷേ മറ്റൊരാളായിരിക്കും. ഇപ്പോൾ CPM-ലെ മുഹമ്മദ് റിയാസ് അങ്ങനെയുള്ള ഒരാളാണ് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. അത് ഞാനീ പറയുന്നത് അത് അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അവർക്ക് അങ്ങനെ അവർ ഒരു ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ, എത്തിക്കാൻ, ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്ന ശ്രമമാണ്. ഇത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞത് നമ്മുടെ P. ജയരാജനാണ്. P. ജയരാജനെ എല്ലാവരും ക്രൂശിച്ചു. പക്ഷെ P. ജയരാജൻ പറഞ്ഞ ആ വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്കിത് മനസ്സിലാവും. കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ശക്തി എന്താണ്. നമ്മൾ പുറമേ കാണുന്നത് ഒരു ജമാഅത്ത് ഇസ്ലാമിയെയും ഒരു SDPI-യെയും ഒരു മുസ്ലിം ലീഗിനെയൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഒരു സംവിധാനമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. നമുക്കറിയാം, വളരെ പണ്ട്, ഇന്നിപ്പോൾ കോൺഗ്രസ്സിലും CPM-ലും അല്ലെങ്കിൽ മുസ്ലിം ലീഗിലും ഒക്കെ നിൽക്കുന്ന പല നേതാക്കളും പണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന സിമിയുടെ ഭാഗമായിരുന്നു. സിമി പിന്നീട് നിരോധിക്കപ്പെട്ടു. സിമിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വളർന്നു വന്ന നിരവധി നേതാക്കളുണ്ട്. പേരുകൾ പറയാം, പലരെയും നമുക്കറിയാം. ചിലരൊക്കെ അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സിമി ആയിരുന്നു, ഇപ്പോഴങ്ങനെയല്ല. എന്തിനു പറയുന്നു? ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ ടിക്കറ്റിൽ നിന്ന് ജയിച്ച ഒരു MP മുമ്പ് സിമി ആയിരുന്നു. അദ്ദേഹം സിമിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രവർത്തിക്കുന്നു. അവരുടെ ആ അജണ്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉപയോഗിച്ച് നടത്താൻ അവർ ശ്രമിക്കുന്നു. അപ്പോൾ ഇടതൻ വന്നാലും ശരി, വലതൻ വന്നാലും ശരി, ഭരിക്കുമ്പോൾ അത് ഞങ്ങൾക്കും കൂടി സ്വാധീനമുള്ള തരത്തിലായിരിക്കും, ഞങ്ങളുടെ സ്വാധീനം അതിൽ കാണാം എന്നൊരു വെല്ലുവിളി കേരള പൊതുസമൂഹത്തിന് മുന്നിൽ ആ പൊളിറ്റിക്കൽ ഇസ്ലാം വയ്ക്കുകയാണ്. അത് വളരെ കൃത്യമാണ്. അതിൻ്റെ ഭാഗമാണ് ഷാഫി പറമ്പിലിന് കിട്ടുന്ന ഈ ചില പ്രോത്സാഹനം. ഷാഫി പറമ്പിൽ നമുക്കെല്ലാം, ഷാഫി വളരെ ജനകീയനായൊരു നേതാവ് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ജയിക്കുന്നത് തീർച്ചയായിട്ടും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ വോട്ട് കൊണ്ടാണ്. പക്ഷേ അതിനകത്തൂടെ ഒരു ഒളിച്ചു കടത്തൽ പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ കാണാതിരുന്നുകൂടാ. വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാം നടപ്പിലാക്കണമെങ്കിൽ അദ്ദേഹം ഇനി നിയമസഭയിലേക്ക് വരണമല്ലോ. അല്ല, അതിന് കാലമുണ്ടല്ലോ. ഇപ്പോൾ വളരെ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇനി എത്ര 10-30 വർഷത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള കാലം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നവർ നടപ്പാക്കുന്ന, അവർ ആരംഭിക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 25 കൊല്ലം കഴിഞ്ഞായിരിക്കും വരുന്നത്.
അപ്പോൾ ഇന്ന് അനുഭവപ്പെടുന്ന ഒരു റിസൾട്ട് 25 കൊല്ലം മുമ്പ് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിരിക്കും. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. അത് ഈ കേരള രാഷ്ട്രീയത്തെ ഇന്ന് ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിക്കാൻ, അതായത് ഒരു മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ ഒരു കേരള ഭരണം നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ കേരളം ഭരിക്കാൻ വരുന്നവർക്ക് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കൺസേൺ, അവരുടെ ഒരു എന്താ പറയണ്ടേ, ഒരു അനുമതി ആവശ്യമുണ്ട് എന്നൊരു തരത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ അവർക്ക് എത്തിക്കാൻ സാധിച്ചില്ലേ? ഇതൊരു 25 കൊല്ലം മുമ്പ് നമുക്കിങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 91 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കെ കരുണാകരൻ സർക്കാർ അധികാരത്തിൽ വന്നു. ആ സർക്കാർ എങ്ങനെയാണ് പുറത്തു പോയത്? ഇല്ലാത്ത ഒരു ചാരക്കേസിൻ്റെ പുറത്തുണ്ടായ അലിഗേഷൻസ് അല്ലേ? അവിടെ ഒരു തരത്തിലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ചാരപ്രവർത്തനത്തിനെ കുറിച്ച് വാർത്തകൾ മെനഞ്ഞ് അത് വലിയ കേസൊക്കെയായി, അതിനെക്കുറിച്ച് വലിയ വിവാദങ്ങളുണ്ടായി. കെ കരുണാകരൻ എന്ന ആ മുഖ്യമന്ത്രിയെ സ്ഥാനത്തുനിന്ന് രാജിവെപ്പിച്ചു. ആരാണ് വാസ്തവത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത്? കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കൾ. തീർച്ചയായിട്ടും എ ഗ്രൂപ്പുകാർക്ക് കെ കരുണാകരനെ മാറ്റണം, അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണം, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. അല്ല, അത് അവരുടെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരിൻ്റെ ഫലമാണ്. പക്ഷേ അന്ന് ആ ഗ്രൂപ്പ് പോര് വിജയിച്ചത് എങ്ങനെയാണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഇത്രയധികം MLA-മാരും മന്ത്രിമാരും ഒക്കെ ഉള്ള രാഷ്ട്രീയ പാർട്ടി കടുംപിടുത്തം പിടിച്ചു കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ കെ കരുണാകരനെ മാറ്റണമെന്ന്. എന്നിട്ട് അവർക്ക് കൂടി താല്പര്യമുള്ള ഒരാളെ കൊണ്ടുവന്നു, AK ആൻ്റണി. ആ AK ആൻ്റണിയെ എവിടെയാണ് നിർത്തി മത്സരിപ്പിച്ചത്? തിരൂരങ്ങാടിയിലാണ് നിർത്തി മത്സരിപ്പിച്ചത്. മുസ്ലിം ലീഗിൻ്റെ MLA-യെ രാജിവെപ്പിച്ചിട്ട് അവിടെ AK ആൻ്റണിയെ നിർത്തി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു അവർ. അതുപോലെ 2001-ലും 2004-ലും 2001-ൽ വീണ്ടും AK ആൻ്റണി അധികാരത്തിൽ വന്നു. 2004-ൽ ആൻ്റണി മാറിയിട്ട് ഉമ്മൻചാണ്ടി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ പുറകിലും ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതാരാ? മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിൻ്റെ അജണ്ടയാണ് 2011-ൽ 5-ാം മന്ത്രി വിവാദത്തിന് കാരണം അല്ലേ? അത് വാസ്തവത്തിൽ ലീഗിൻ്റെ മാത്രം ഒരു അജണ്ട എന്ന് നമ്മൾ കാണാൻ പാടില്ല. അതിനകത്തൊരു പൊളിറ്റിക്കൽ ഇസ്ലാമുണ്ട്. ഒരു മൃദുവായ സമീപനത്തിലൂടെ ഒരു തികച്ചും ജനകീയമായ ജനാധിപത്യപരമായ ചില മാർഗങ്ങളിലൂടെ ആ പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ കടന്നു കയറിയിരിക്കുകയാണ്. കാരണം അതൊരു സന്ദേശമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചാൽ ആരെതിർത്താലും 50 മന്ത്രിമാരെയും ഞങ്ങൾ വെക്കും എന്നുള്ളതാണ്. ആ അപകടം പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ വലിയ എതിർപ്പായി. മന്ത്രി വേണ്ടെന്ന് പറയുമ്പോൾ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത്. 5-ാം മന്ത്രിയെ പ്രഖ്യാപിച്ചത് തന്നെ ആരാണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അല്ലേ പ്രഖ്യാപിക്കേണ്ടത്? പ്രഖ്യാപിച്ചത് പാണക്കാട് തറവാട്ടിൽ നിന്നാണ് പ്രഖ്യാപിച്ചത്. പാണക്കാട് തങ്ങളാണ് 5-ാം മന്ത്രിയെ പ്രഖ്യാപിക്കുന്നത്. ഇത് എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ളൊരു കാര്യമാണോ? അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനമാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയോ ഒരു കൂട്ടം ആൾക്കാരോ ഒന്നുമല്ല. അതൊരു ആശയമാണ്. ആ ആശയം വളരെ കൃത്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എന്നാണോ അവർക്ക് മുന്നണിയിൽ പ്രവേശനം കൊടുത്ത് അവരെ മന്ത്രിസഭയിൽ കൊണ്ടുവരാൻ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM, EMS മന്ത്രിസഭ, 2-ാം EMS മന്ത്രിസഭ അതിന് തയ്യാറായത്, അന്ന് മുതൽ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട കേരളത്തിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഷാഫി പറമ്പിലിനും തുണയായിരിക്കുന്നത്. അത് ഈ 5-ാം മന്ത്രിയെ ഉണ്ടാക്കിയതുപോലെ, AK ആൻ്റണിയെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ, ഉമ്മൻചാണ്ടിയെ ആ കസേരയിൽ ഇരുത്തിയതുപോലെ അവർ ഭാവിയിൽ കൃത്യമായിട്ട് ഷാഫി പറമ്പിലിനെയും ആ കസേരയിൽ ഇരുത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയം കൂടിയാണ് എന്ന് തിരിച്ചറിയണം. അത് നിർഭാഗ്യവശാൽ കേരള സമൂഹത്തിന് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കൾക്ക് അത് ഇതുവരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതിലും വിലയിരുത്തുന്നതിലും അവർക്കെതിരായ അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ, അവരോട് എന്ത് നിലപാടെടുക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു തന്ത്രം ആവിഷ്കരിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കേരളത്തിലെ പൊതുസമൂഹത്തിനോ വിശിഷ്യ ഭൂരിപക്ഷ സമുദായം എന്നറിയപ്പെടുന്ന ഹിന്ദുക്കൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വിജയവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.